അവിടെയും ഇവിടെയും തപ്പിത്തടഞ്ഞിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കുകയാണ്. എന്നാൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ പലർക്കും വളരെ ആവേശപൂർവ്വം ചേർത്തു വെക്കാൻ തോന്നുന്നത് മതങ്ങളുടെ പേരിലാണ്. മതനിരാസത്തിന്റെ ഭാഗത്ത് വരുന്ന ചർച്ചകൾ എല്ലാ മതങ്ങളെയും ഒരേ കോണിൽ നിന്ന് ഈ വിഷയത്തിൽ കാണുമ്പോൾ മതവിശ്വാസത്തിന്റെ പേരിൽ വർഗീയതയുടെ അന്ധത ബാധിച്ചിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ പേരിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു എന്നത് നാം വിസ്മരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പൊട്ടിയിരിക്കുന്ന ബോംബുകൾ, ചിതറപ്പെട്ട മനുഷ്യ ജീവനുകൾ, അതിന്റെ പിന്നിൽ കൊടും ഭീകരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ ചാരന്മാരും കാശ്മീർ തീവ്രവാദികളും അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരിശീലനം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഇന്ത്യൻ മുജാഹിദീനുമൊക്കെയാണ് എന്ന് വലിയ വെണ്ടക്ക നിരത്തുവാൻ ഇവിടെയുള്ള പത്രങ്ങൾക്കും അതുപോലെ അതിന് ഇല്ലാത്ത ദൃശ്യങ്ങൾ നൽകി ഈ സമുദായത്തെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിക്കുന്ന വിധം മത്സരിക്കുവാൻ ഇവിടെയുള്ള ഇലക്ട്രോണിക് മീഡിയകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിങ്ങനെ ലൈവായി തുടരുകയാണ്. എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ ഒരു വികൃതിച്ചക്കൻ ഒരു ഇമെയിൽ അയച്ചുകൊണ്ട് അത് ഇന്ന ഇസ്ലാമിക സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടന ഈ ഭൂമുഖത്ത് ഉണ്ടോ, അങ്ങനെ ഒന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുപോലും അന്വേഷിക്കുന്നതിന് മുമ്പ് ഈ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ ഇവർ തന്നെയാകുന്നു, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടീമാകുന്നു എന്ന് പറയാനും അത് പഠിപ്പിക്കുവാനും അത് മാലോകരെ ബോധ്യപ്പെടുത്തുവാനുമുള്ള വ്യഗ്രതയിൽ അവർ മറന്നു പോകുന്ന ചില വസ്തുതകൾ ഉണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ. മലേഗാവ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ പ്രതികൾ കിടക്കുന്നത് രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥിരാ കേന്ദ്രങ്ങളിലാണ് എന്ന് ഈ രാജ്യത്ത് നീതിബോധമുള്ള നിയമപാലകന്മാർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തുമ്പോ അതോടുകൂടി നിലച്ചിരിക്കുന്ന ശബ്ദം ബോംബിന്റെ ശബ്ദം മാത്രമല്ല, മീഡിയകളുടെ ശബ്ദവും കൂടി നിലച്ചിരിക്കുന്നു. ഇതൊരു വല്ലാത്ത സംഗതിയല്ലേ? മലേഗാവിലെ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെട്ടതോടുകൂടി ബോംബ് സ്ഫോടനം കഴിഞ്ഞു. ഇപ്പോ ഏകദേശം 3-4 ആഴ്ചയായി എവിടെയും വലിയ എവിടെയും പൊട്ടുന്നില്ല. അതിനു മുമ്പ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ആഴ്ചതോറും അല്ലെങ്കിൽ ദിവസം തോറും മണിക്കൂറുകൾ വിട്ട് ഓരോ ഇടങ്ങളിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പേരിൽ ജാമിയ മില്ലയിലെ നിരപരാധികളായിരിക്കുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു. അവർ സൈന്യവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ പോലീസുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടുത്തെ മീഡിയകൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. മനുഷ്യാവകാശ പ്രവർത്തകന്മാർ, ലോകത്തുടനീളം തന്നെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകന്മാർ ഇതിന്റെ വസ്തുത രംഗത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ജാമിയ മില്ലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരും അവർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്ന തോന്നിവാസമാണ്. ഇത് ഒരു സമുദായത്തെ മനഃപൂർവ്വം കരിവാരിത്തേക്കുവാനുള്ള ഗൂഢമായ തന്ത്രങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് അവർ ഉറക്കെ പറഞ്ഞു. പക്ഷേ മീഡിയകൾക്ക് അത് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് അതിന്റെ പേരിൽ അക്ഷരങ്ങൾ കുറിക്കുവാൻ സാധിക്കുന്നില്ല. അഥവാ വരുന്നുവെങ്കിൽ അതൊരു ചരമകോളത്തിലേ ഉണ്ടാവും. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിഭാഗം വർഗീയവാദ വിധ്വംസക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അതിന്റെ പ്രതികരണമെന്നോണം ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷ തീവ്രവാദവും രംഗത്ത് വരുമ്പോൾ അതിൽ ഒരാളെ കൂടി ചേർത്ത് കൊടുക്കാവുന്ന വിധത്തിൽ ഭരണകൂട ഭീകരത അതിനെയെല്ലാം മറികടന്നുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് നമ്മുടെ കാഴ്ച. ഞാൻ സൂചിപ്പിച്ചത് മലേഗാവ് സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കേവലം ഒരു സന്യാസിയായിരുന്നുവെങ്കിൽ ആ സന്യാസിയെയും അദ്ദേഹത്തിന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിക്കുമായിരുന്നു. അത് കേവലം ഒരു മതപണ്ഡിതനോ ഒരു പുരോഹിതനോ ആയിരുന്നുവെങ്കിൽ അത് അവസാനിക്കുമായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷ തങ്ങളുടെ കൈകളിലാണ് എന്ന് ജനം വിശ്വസിക്കേണ്ടി വരുന്ന ഉത്തരവാദപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാർ, അവരാണ് തീവ്രവാദികൾക്ക് RDX എത്തിച്ചു കൊടുക്കുന്നത്, അവരാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത്, അവരാണ് വേണ്ടവിധ എല്ലാ ചട്ടങ്ങളും വട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരാണ് വ്യാജരേഖകൾ ചമച്ച് തോക്ക് കൈവശം വെക്കുവാൻ അവസരം കൊടുക്കുന്നത്, അവരാണ് ഈ രാജ്യത്തെ പൗരന്മാർ നിരപരാധികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങാടികളിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ട് നിരപരാധികളെ നുറുക്കിക്കളയുവാൻ വേണ്ടി
പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒട്ടും നിസ്സാരമായ സംഗതിയല്ല. ഈ രാജ്യത്തിലെ മുസ്ലിംകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും അവർ ആരിൽ വിശ്വാസം അർപ്പിക്കണം? ആരെയാണ് അവർ വിശ്വസിക്കേണ്ടത്? എവിടെ നിന്നാണ് അവർക്ക് സമാധാനം കിട്ടുക? എവിടെയാണ് സുരക്ഷിത്വം കിട്ടുക? ഈ മാത്രമല്ല, ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥൻ പലപ്പോഴും കുറ്റാന്വേഷണ വിഭാഗത്തിലെ ഏറ്റവും രഹസ്യമായിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ചിലപ്പോഴൊക്കെ കുറ്റാന്വേഷകന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന മുദരിസാണ്. അറബി ഭാഷയിൽ പറഞ്ഞ ആളുകൾക്ക് ഇതിന്റെയൊക്കെ വശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് ഉസ്താദുമാരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനെ ഒരു ഭാഗത്ത് വെളിച്ചെടുത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന നീതിബോധമുള്ള കുറ്റാന്വേഷകന്മാരെ അഭിനന്ദിക്കുകയും അവരെ അംഗീകരിക്കുകയും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഇത്ര വലിയ അബദ്ധങ്ങളും അപകടങ്ങളും കടന്നു വരുമ്പോൾ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു പറയാനുണ്ട് എന്ന് കേൾക്കുവാനുള്ള ഒരു അഭിപ്രായം, അങ്ങനെ ഒരു താല്പര്യം ഇവിടെയുള്ള സമാധാനപ്രിയരായ മതേതര വിശ്വാസികൾക്കുണ്ട് എന്നാണ് ഇതിന്റെ കൂടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു വിവേചനം എവിടെയെങ്കിലും ഒരു പൊട്ടലുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ പേരിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് രംഗത്ത് കൊണ്ടുവരാൻ മീഡിയകളും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്യൂറോക്രസിയും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ അതേ മേഖലയിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ പലപ്പോഴും പല സ്ഫോടനങ്ങളുടെയും യഥാർത്ഥ ഉത്തരവാദികൾ ഇസ്ലാമുമായി പേരിൽ പോലും ബന്ധമില്ലാത്തവരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മൗനം പാലിക്കുന്നതിന്റെ ആ അതിഭീകരത തിരിച്ചറിയുവാൻ കൂടി സാധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം ഏതാ? നമ്മൾ ഓടിക്കേണ്ടതില്ലേ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 6 മാസം പോലും ജീവിക്കുവാൻ അവസരം കൊടുക്കാതെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നിരിക്കുന്ന ആളുകൾ, അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ പിന്നീട് നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താ? ഞങ്ങൾ 3ാമത്തെ തവണയാണ് രാഷ്ട്രപിതാവിനെ കൊല്ലാൻ ശ്രമിച്ചത്, ഇവിടെ നിന്നാ കിട്ടിയത്. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന പോയിന്റിൽ വെച്ച് കൊല്ലാൻ ഞങ്ങൾ വീണ്ടും പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് തുറന്ന് പ്രഖ്യാപിച്ച ഈ രാജ്യത്ത് അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വാതന്ത്ര്യ സമരം കൊണ്ട് ഇവിടെയുള്ള ഹിംസാത്മക പ്രവണതകളെ മുഴുവനും തള്ളിക്കളഞ്ഞ ബ്രിട്ടീഷ് സർക്കാരിന് നേരെ ത്യാഗമനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നിരിക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മഹാത്മജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്തിരിക്കുന്ന ഒരു ടീം, അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെക്കുറിച്ച് പലപ്പോഴും ഭീകരവാദികളെന്ന്, വർഗീയവാദികളെന്ന്, തീവ്രവാദികളെന്ന് പറയാൻ പോലും ഇവിടെയുള്ള മീഡിയകൾ മടിക്കുന്നുണ്ട് എന്നത് നാം വിസ്മരിച്ചുകൂടാ. പലപ്പോഴും നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ഭീകരത നാം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദു ഭീകരത കേൾക്കുന്നില്ല, ക്രിസ്തീയ ഭീകരത കേൾക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമെന്താ? ലോകത്ത് ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ ഭീകരവാദി അത് സാക്ഷാൽ ജോർജ് ബുഷാണ് എന്നതിൽ രണ്ടഭിപ്രായം ലോകത്താർക്കുണ്ടാവില്ല. പക്ഷേ ആ പേരിൽ ഇവിടെയുള്ള ക്രിസ്തുമതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ വിശ്വാസങ്ങളെക്കുറിച്ച് ക്രിസ്തീയ ഭീകരത എന്നൊരു പ്രയോഗം പോലും നമുക്കൊരിക്കൽ പോലും കാണാനും കേൾക്കുവാനും സാധിച്ചിട്ടില്ല. ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ആൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വാക്യം ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന ഒരു സന്ദേശം ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തെ മുസ്ലിങ്ങൾ സ്വാഭാവികമായി ഈ വിഷയത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും